ഇന്ത്യ സഖ്യത്തിൻ്റെ വലിയൊരു മുന്നേറ്റം, പ്രത്യേകിച്ച് UP പോലുള്ള മേഖലകളിൽ ഇന്ത്യയെക്കാളും സീറ്റുകളുടെ എണ്ണത്തിൽ ഇന്ത്യ സഖ്യം വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഒരുപക്ഷെ എനിക്കറിയാം, ഡൽഹിയിൽ നിന്ന് ഇന്നലെയൊക്കെ ലഭിച്ച വാർത്തകൾ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി, റോഡ് ഷോയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു അപ്രതീക്ഷിതമായ തിരിച്ചടിയായി അങ്ങ് വിലയിരുത്തുന്നുണ്ടോ ശ്രീ ജോർജ് കള്ളിവേലി? തീർച്ചയായിട്ടും UPയിലാണ് ബിഗ് സർപ്രൈസ്. അത് BJPക്കും നരേന്ദ്രമോദിക്കും വലിയ കനത്ത തിരിച്ചടി തന്നെയാണ്. പ്രധാനമായി ഉണ്ടായിരിക്കുന്നത് രാമക്ഷേത്രം കൊണ്ടുവന്ന് കടുത്ത വർഗീയത, ഭൂരിപക്ഷ ധ്രുവീകരണ വർഗീയത ശ്രമങ്ങൾ നടത്തിയിട്ട് പോലും UPയിൽ ഉണ്ടായിരിക്കുന്ന BJPക്കുണ്ടായ കനത്ത തിരിച്ചടി, അത് വലിയ തിരിച്ചടി തന്നെയാണ്. സമാജ്വാദി പാർട്ടിക്കും അഖിലേഷ് യാദവിനും തന്നെയാണ് നന്ദി പറയേണ്ടത്. ഏതാണ്ട് തൃശ്ശൂരില് സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് പോലും ഒരു വളരെ വിജയം നേടിയാൽ അത്ഭുതപ്പെടാനില്ല രാജീവ് ചന്ദ്രശേഖർ. തീർച്ചയായിട്ടും ഇത് വലിയൊരു മുന്നറിയിപ്പാണ്. അങ്ങനെ വന്നാൽ CPM-നേക്കാൾ കൂടുതൽ സീറ്റുള്ള ഒരു പാർട്ടിയായി BJP ലോക്സഭയിലെ കേരളത്തിൽ നിന്ന് വരികയാണ്. ഇതൊക്കെ ഈ ജനങ്ങളുടെ എഴുതിത്തള്ളേണ്ടതില്ല. രാജ്യത്തെ ജനങ്ങള് വളരെ വിവേകപൂർവ്വമാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. എല്ലാം കൊണ്ടും, അതായത് UPയിലെ ഈ ഒറ്റ തിരിച്ചടി മാത്രം മതി നരേന്ദ്രമോദിക്കും BJPക്കും ഇതുവരെയുള്ള ഭരണത്തിൽ നിന്ന് കാര്യമായ മാറ്റം വരുത്തേണ്ടതുണ്ട്. അത് നല്ല രീതിയിൽ മാറ്റാൻ കഴിയട്ടെ എന്ന് വിചാരിക്കുകയാണ്. പക്ഷെ അവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഴിഞ്ഞം തുറമുഖം, ലാറ്റിൻ കാത്തലിക്സിന്റെ ലത്തീൻ സഭയുടെ വലിയ ശക്തമായ ഒരു ശബ്ദമുണ്ടായിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുമ്പോൾ തന്നെ, അഡാനി പോർട്സ് എന്ന് പറയുമ്പോൾ തന്നെ അത് കേന്ദ്ര സർക്കാരുമായി കണക്ട് ചെയ്ത് വായിക്കേണ്ട ഒരു ഘട്ടം. ആ ഒരു സ്പേസിൽ തീരദേശം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള കൗണ്ടിങ്ങിലേക്കൊക്കെ ഇത് പോകുന്ന ഘട്ടത്തിൽ പോലും രാജീവിന് 13,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുമ്പോൾ അവിടെ വിഴിഞ്ഞം ഒരു ചർച്ചയായി ഈ ഇലക്ഷനിൽ മാറിയിട്ടില്ല. തീരദേശത്തിന്റെ പ്രശ്നങ്ങൾ ആ നിലയ്ക്ക് എടുക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് വായിക്കാൻ പറ്റുമോ? ഒരു പരിധിവരെ വായിക്കാൻ കഴിയും. കാരണം ഇത് ഒരു രാജീവ് ചന്ദ്രശേഖർ വലിയൊരു പ്രതീക്ഷ നൽകുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ കാടടച്ചുള്ള പ്രചരണം ഏതായാലും പ്രയോജനം അദ്ദേഹത്തിന് ചെയ്തിട്ടുണ്ട്. BJPക്ക് കേരളത്തിൽ നിന്ന് 2 സീറ്റ് കിട്ടിയാൽ അത് ഒരു പരിധിവരെ BJP അല്ല കേരളത്തിലെ വോട്ടർമാരിൽ ഉണ്ടായിരിക്കുന്ന വലിയ മാറ്റം, പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടർമാരിൽ ഒരു മനമാറ്റം ഉണ്ടായിരിക്കുന്നു എന്ന് കരുതേണ്ടിയിരിക്കുന്നു. കാരണം തൃശ്ശൂരിലായാലും തിരുവനന്തപുരത്തായാലും ഈ ക്രൈസ്തവ വോട്ടർമാർക്ക് ഒരു വിഭാഗത്തിന് BJPയോട് ഒരു അനുഭാവം ഉണ്ടായിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആ അനുഭാവം അത് വോട്ടായി മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് ഇത്രയേറെ ഒരു കുതിപ്പ് കിട്ടില്ല. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം പുറകോട്ട് പോയിരുന്ന ഒരാള് വലിയ തോതിൽ മുന്നോട്ട് വന്നിരിക്കുന്നു. അത് കടുത്ത മത്സരത്തെ അവഗണിച്ച് മറികടന്നുകൊണ്ട് തന്നെയാണ്. അപ്പൊ അത് കേരളത്തിന് നൽകേണ്ട ഒരു മുന്നറിയിപ്പാണ്. അങ്ങനെ ആരും തീറെഴുതി കൊടുക്കാനുള്ള ഒരു സംസ്ഥാനമല്ല കേരളത്തിലെ വോട്ടർമാര്. അങ്ങനെയല്ല. നമുക്കറിയാം, കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാരിനെതിരെയുള്ള ജനവികാരം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി കാണണം എന്ന് നമ്മൾ കരുതുകയാണ്.